ഹായ് ഗായ്സ്, ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഇന്ത്യ ഗേറ്റിലാണ്, ഡൽഹിയിലാണ് നമ്മളിപ്പം. അപ്പം ഇന്ത്യ ഗേറ്റ് കണ്ടോ? കാണാൻ പറ്റുന്നില്ല. ഇപ്പം അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് ഞങ്ങളുടെ. അപ്പം ഞങ്ങളാണെങ്കിൽ എല്ലാം കഴിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗേറ്റിൽ വന്നേക്കുവാണ്. നിങ്ങൾക്ക് അപ്പം മനസ്സിലായല്ലോ ഇവൻ കഴിച്ചിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച്. അമ്മച്ചി ഇങ്ങനെ പലതും പറയാൻ വിശ്വസിക്കണ്ട. ഇപ്പൊ നമ്മൾ അണ്ടർ പാസിൽ കൂടെ ഇന്ത്യ ഗേറ്റിലോട്ട് പോവാൻ പോവാ. നിങ്ങളെ അപ്പം ഞങ്ങളുടെ ആ ജേർണി കാണിക്കാം. ഇപ്പൊ നമ്മളുടെ കൂടെ ശ്രീമതി, ഞങ്ങളുടെ മമ്മിയും എന്റെ എയ്ഡനും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫൈനലി അണ്ടർ പാസ് കഴിഞ്ഞിട്ട് മണ്ടയ്ക്കോട്ട് കയറുക. അപ്പൊ ഇതാണ് ഇന്ത്യ ഗേറ്റിലെ വ്യൂ. ഇവിടെ നിറയെ ആൾക്കാരാണ്, ഫുൾ ക്രൗഡഡാ. അവിടെ ചെറിയ വാട്ടർ ഫൗണ്ടെയിൻ. ഈവനിങ് ടൈം ആയപ്പോഴത്തേക്ക് ഇവിടെ ഒത്തിരി ആൾക്കാരായി. ഇവിടെ ഫുൾ ഇപ്പം ക്രൗഡായി. ഇതിനകത്തുനിന്ന് ഞങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇത് നോക്ക്, കള്ളന്മാർ വരാതിരിക്കാൻ വേണ്ടി ഡെഡ്ലി ചെയിൻസ് ഒക്കെ വെച്ചേക്കുവാ ഇവിടെ. പറ. അമ്മച്ചി എങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളിപ്പോ അമ്മച്ചിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. This is the India gate wall, the front wall, and the outside wall. Behind the Subhash Chandra Bose statue. ഇതാണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ ഇംഗ്ലീഷ്. അമ്മച്ചി ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്ന പിന്നെ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും. ഇത് അതിന്റെ പുറകെ കാണുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ എന്ന് പറയും. അത് അമേരിക്കയിൽ ചെന്നപ്പോ നമ്മുടെ ഞങ്ങളുണ്ട് കൂടെ കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ പോവാ പാർക്കിലോ. ഞാൻ ഇന്ന് ജൂനിയേഴ്സ് പാർക്കിൽ പോവാ. അപ്പൊ നമുക്ക് ഇവിടെ കളിക്കാം. ഇത് ജൂനിയേഴ്സ് പാർക്ക് അല്ലേ? ഇത് ഇന്ത്യ ഗേറ്റാ. It's very difficult. Oh my God. I'm so tired because the lunch was very heavy. See my tummy. ഇപ്പൊ ഇന്ത്യ ഗേറ്റിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി. ഇത് ആർമിയുടെ യൂണിഫോമാ, പട്ടാളമാണോ ഞങ്ങൾക്ക് അറിയത്തില്ല. ചൂട് കാരണം ഇപ്പം ഞങ്ങൾ എവിടെയോ ഇരിക്കാൻ നോക്കുവാണ്. ഒരു ട്രീയുടെ ഷെയ്ഡുള്ള സ്ഥലത്ത് ഞങ്ങളിപ്പം റെസ്റ്റ് ചെയ്യാൻ. ഞങ്ങളിപ്പം നടന്നാണ് ടയേർഡായി. അപ്പം ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ നോക്കുവാണ്. സെക്യൂരിറ്റി ആണെന്നാണ് എയ്ഡന്റെ അഭിപ്രായം കേട്ടോ. എയ്ഡാതാരാ അവിടെ നിൽക്കുന്നേ? ഞങ്ങളിപ്പോ ഒരു വലിയ മതിൽ, ഒരു വലിയ ഗ്രേറ്റ് വാളിനെ കടന്ന് ഞങ്ങളിപ്പം പാർക്കിലോട്ട് വന്നു. അതുണ്ടോ അവിടുത്തെ വാട്ടർ ഫൗണ്ടൻ? രസമില്ലേ? ഐസ്ക്രീം പോലെ വെള്ളം കുടിക്കണോ? എനിക്കതിനകത്ത് നീന്താൻ തോന്നുവാ. ആദ്യം നീ മലയാളം പഠിക്കും, അത് കഴിഞ്ഞിട്ട് നീ വ്ലോഗ് ചെയ്യണം. ബൈ ദ വേ, എൻ്റെ ഇംഗ്ലീഷ് അല്ല, എൻ്റെ മലയാളത്തിന് നിങ്ങൾ മൈൻഡ് ചെയ്യാലേ. എനിക്ക് ശരിക്കും മലയാളം പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദിയിൽ വ്ലോഗ് ചെയ്യുക, അതൊക്കെ പിന്നെ ചെയ്യാം. നമുക്കിവിടെ ഇരിക്കുക അല്പസമയത്ത്. ഇപ്പം ഞങ്ങൾ അല്പസമയത്ത് ബ്രേക്ക് എടുക്കാൻ പോവാണ്. ഞങ്ങൾ പൊക്കിയെടുക്കാം. ഞങ്ങൾ പൊക്കിക്കോലോ. സ്ലിം ആയത് കാരണം അമ്മച്ചക്ക് ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പറയുന്നത്. എഴുതാന്നിപ്പോ ഈ മരത്തേക്ക് കയറാൻ പോവാന്. അവന്റെ ഇപ്പം മങ്കി മോഡ് ഓൺ ആയി. കേറ്, come on, you can do it. Guys,
പോയി പിന്നെ നീ ഇപ്പം പോയിട്ട് ഹോട്ടലിൽ തിന്നതോ? ആ വേറെ എവിടെയാ? ഇപ്പൊ അല്ലേ കേറാൻ പോവാ മറത്തണ്ടോ? അപ്പൊ നമുക്ക് കറി ചെയ്യാം. ഇതുണ്ടോ? സ്ലിപ്പാണേ ഫുള്ള്. ഇതുണ്ടോ? ദേ അവൻ കയറി. കണ്ടോ? ഇങ്ങനെയാണ് ഞങ്ങൾ മരത്തെ കയറുന്നത്. കണ്ടോ? മരത്തെ മരം കുലുക്കിയിട്ടിട്ട് അണ്ണാനെ താഴെ ഇറക്കാൻ നോക്കുന്ന വീരനാണിത്. മരം കുലുക്കുകയാണ് കേട്ടോ. കണ്ടോ? അണ്ണാൻ ഇവിടെ ഇപ്പം ലൈറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ചൂട് കാരണം ഇവിടെ നിന്ന് നീങ്ങാമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. ഇവിടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനപ്പോൾ ഉടനെ അത് കേട്ടോ. അവൻ്റെ കളി കാരണം ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡെന്നു ചലോന യാർ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സ്വന്തം വാഹനത്തിലോട്ട് കയറാനുള്ള പോക്കാണ്. എല്ലാവരും കുറച്ച് ടയേർഡാണ്. അല്പം വെയിലുണ്ടായിരുന്നു. യോ ഒരു മൈനെ കണ്ടപ്പോൾ എയ്ഡൻ്റെ ഓട്ടം. ഞങ്ങളിപ്പോൾ മെയിൻ റോഡിലൂടെ വണ്ടിയിലേക്ക് കയറാനുള്ള ഞങ്ങൾ പോവുകയാണ്. ബൈ ഗായ്സ്.